പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാടൻ മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മത്തി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ജാർ എടുക്കാം. 2 വലിയ തക്കാളി കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിട്ടെടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനാവശ്യമായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഉണ്ടാവും. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെരിഞ്ജീരകം ലേശം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലകളൊന്ന് ചൂടായതിനു ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് കട്ടിയിലാണ് കറിയെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇല്ലാണ്ടെങ്കിൽ കുറച്ച് ലൂസിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കറി തിളച്ച് വരുന്നുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പാത്രം ഒന്ന് അടച്ച് വെക്കാം. അതേ കറി തിളച്ച് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിൽ ഒരു
നാടൻ മത്തിക്കറി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ ബൈ.